ചെറുപ്പം ഇതിലെ അപ്പച്ചൻ പറയാറുണ്ട്, ഇടാ മക്കള് ആണ് എൻ്റെ സമ്പാദ്യമെന്ന് എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നൊരു അപ്പച്ചൻ്റെ ഒരു ഡയലോഗാണ് ഞാൻ എപ്പോഴും ഓർക്കാറ്. വീണ്ടും നമ്മൾ ഈ സർജറിയിൽ കൂടെ ഓപ്പൺ ആക്കുക എന്ന് പറയുമ്പോൾ പലർക്കും വീട്ടിൽ തന്നെ ഒരു വലിയൊരു വിപ്ലവം നടക്കുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൂടുതൽ മക്കളുള്ളപ്പോൾ അവരെ നോക്കാനും പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കത് തോന്നിയിട്ടില്ല. ഞാനിങ്ങനെ എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ ലോകത്തെ കാണുവാനും ഈ നല്ല സഹോദരങ്ങളും അല്ലെങ്കിൽ കുടുംബവും കൂട്ടായ്മയും ഒക്കെ കാണാൻ സത്യം പറഞ്ഞ അപ്പച്ചനും അമ്മച്ചിയാണ് എന്നെ അനുവദിച്ചത്. നാല് കുഞ്ഞുങ്ങളെ സിസേറിയനിലൂടെ സ്വീകരിച്ച ദമ്പതികൾ പ്രസവം നിർത്തുകയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ പ്രചോദനമുണ്ടായതനുസരിച്ച് റീ ഓപ്പൺ സർജറി ചെയ്ത് സിസേറിയനിലൂടെ തന്നെ അഞ്ചാമതൊരു കുഞ്ഞിനെ കൂടി സ്വീകരിച്ചിരിക്കുകയാണ്. തൃശൂർ പെരുവല്ലൂരിലുള്ള ബാജു മുട്ടത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ കാണാം. പ്രവാസിയായ ബാജുവിനും ഭാര്യ ഡീനയ്ക്കും ബെനീറ്റ, ബ്ലെസീറ്റ, ബെനഡിക്റ്റ, ബ്ലെസ് ജോസഫ് എന്നിങ്ങനെ 4 മക്കളാണ് ഉണ്ടായിരുന്നത്. 4 പേരും ജനിച്ചത് സിസേറിയനിലൂടെയായിരുന്നു. അമ്മയുടെ ആരോഗ്യത്തെ പ്രതിയും ഡോക്ടറുടെ ഉപദേശത്താലും പ്രസവം നിർത്തുകയായിരുന്നു. എന്നാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കുഞ്ഞിനെ സ്വീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതായി ഇവർക്ക് തോന്നി. അങ്ങനെയാണ് വീണ്ടും റീഓപ്പൺ സർജറി ചെയ്തത്. 5ാമനായി സിസേറിയനിലൂടെ ബെനറ്റ് ജനിച്ചു. ആഘോഷമായി നടത്തിയ ബെനറ്റിന്റെ മാമോദീസയ്ക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികനായി. വിവാഹത്തിലൂടെ ദമ്പതികൾ ദൈവ തിരുമുമ്പിൽ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യമുണ്ട്. അത് ദൈവം തരുന്ന മക്കളെ ദൈവ തൃക്കരങ്ങളിൽ നിന്ന് സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അവിടുത്തെ സൃഷ്ടികർമ്മത്തിൽ ഭാഗവാക്കുകളാകുക എന്നുള്ളതാണ്. ഇവര് ഒരു കുടുംബമായിട്ട്, ഒരു ക്രിസ്തീയ കുടുംബമായിട്ട് സുവിശേഷം പങ്കുവെക്കാനായിട്ട് അവര് ആഫ്രിക്കയിലെ ഉഗാണ്ടയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോഴാണ് ഇവരെ ഞാൻ പരിചയപ്പെടുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ 5ാമനാണ്. ഞാൻ എൻ്റെ ഈ കുടുംബത്തിൽ അപ്പച്ചനും അമ്മച്ചും സാധാരണ ഒരു ജോലിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ 5ാമനായി ഞാൻ പിറന്നപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ ലോകത്തെ കാണുവാനും ഈ നല്ല സഹോദരങ്ങളും അല്ലെങ്കിൽ കുടുംബവും കൂട്ടായ്മയും ഒക്കെ കാണാൻ സത്യം പറഞ്ഞ അപ്പച്ചനും അമ്മച്ചിയാണ് എന്നെ അനുവദിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ചെറുപ്പം മുതലേ എൻ്റെ ഒരു ക്യാരക്ടർ എല്ലാവർക്കും അറിയാം, കുറേ ആളുകൾക്കൊക്കെ അറിയാം. ഞാൻ ഈ കുട്ടികളെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തുടക്കം മുതലേ ജീസസ് യൂത്തിലൊക്കെ വന്നപ്പോൾ ഞാൻ കിഡ്സ് മിനിസ്ട്രിയും അങ്ങനെ ആക്ഷൻ സോങ്ങും പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നൊരു പ്രാകൃതക്കാരനായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളെയും കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് ഇതേപോലെ ആ കുഞ്ഞുങ്ങളോടൊരു പ്രത്യേക ഒരു സ്നേഹം എപ്പോഴും എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പ്രോ ലൈഫിൻ്റെ പല ക്ലാസ്സുകളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ കുടുംബജീവിതം ആരംഭിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറേ മക്കൾ വേണമെന്ന് ഞാൻ പറഞ്ഞു നടക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതേപോലെ 3, 4 ഒക്കെ ഞങ്ങൾക്ക് സിസേറിയൻ ആയപ്പോൾ ഞങ്ങൾ ഇതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം പ്രഷറൈസ്ഡ് വരാൻ തുടങ്ങി. അന്ന് ഇതേപോലെ നമുക്കൊരു റീകനലൈസേഷനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ആ അത്ര ഇങ്ങോട്ട് ഒരു പ്രചാരത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പ്രതിസന്ധിയായി. ഇപ്പോൾ ഈ സമൂഹം തന്നെ ഈ പറഞ്ഞ 1ഉം 2ഉം കാര്യങ്ങളും വെച്ച് അല്ലെങ്കിൽ 2 മക്കളൊക്കെ വെച്ച് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത് ഞാൻ ഈ കാലഘട്ടങ്ങളിലെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾക്ക് ഈ ഒരു 5ാമത്തെ ഇനിയും കുട്ടികൾ സ്വീകരിക്കാൻ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ വേണമെന്നുള്ളൊരു ചിന്ത ഞങ്ങളെ ഡ്രൈവ് ചെയ്തത്. അപ്പോൾ ആ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ പ്രോസസ്സിലൂടെ എല്ലാം കടന്നുപോയി, പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ ഓരോ വിശുദ്ധ ബലിയിലെയും ഞങ്ങളത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ 5 വർഷമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. ഈ 5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടി ഈ ഒരു സർജറിയിലൂടെ കടന്നു പോകാൻ ഒത്തിരി പ്രാർത്ഥന ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഞങ്ങൾ എന്നും കുടുംബ പ്രാർത്ഥന ഞങ്ങൾ സ്ട്രോങ് ആയിരുന്നു. പ്രത്യേകിച്ച് കൊറോണയുടെ സാഹചര്യങ്ങളിൽ ഞാൻ ദുബായിലും
ഡീന നാട്ടിലും മക്കളൊക്കെ നാട്ടിലായപ്പോഴും ഞാൻ കുടുംബ പ്രാർത്ഥന മുടക്കാതെയുള്ള ഒരു ജീവിതശൈലി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളത് സൂമിലോ അല്ലെങ്കിൽ ബോട്ടുമിലോ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ ഓരോ കുടുംബ പ്രാർത്ഥനയിലും കർത്താവ് തരുന്ന വചനമാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്യാറ്. അപ്പം ഞാൻ ഈ ഒരു തീരുമാനം എടുത്തു, വീണ്ടും വെക്കേഷൻ വരണമെന്നുള്ള ഡീന പറഞ്ഞു, ബാജിച്ചേട്ടൻ ഉണ്ടെങ്കിൽ സർജറിയിലൂടെ ഞാൻ കടന്നു പോകാൻ റെഡിയാണ് എന്നുള്ള സ്ട്രോങ് ഡിസിഷൻ പറഞ്ഞപ്പോൾ നമുക്കറിയാം ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഒത്തിരി വിപ്ലവങ്ങളൊക്കെ സാധ്യതകളുള്ള സമയമായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയായിരുന്നു. പക്ഷെ ഞങ്ങൾ കർത്താവിനോട് ചോദിച്ചു, ഒരു ദിവസം വെച്ചത് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ബൈബിൾ വായിക്കാം. ബൈബിൾ എടുത്ത് വായിച്ചു. ഞങ്ങൾക്ക് കിട്ടിയ വചനമായിരുന്നു ജെറമിയ 29-ാം അധ്യായം 6-ാം വചനം. ഈ വചനം എങ്ങനെയാണ് പറയുന്നത്? വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് നിങ്ങൾ ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്ക് മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഞാൻ ഈ ഒരു വചനം ഞാൻ പലയിടത്തും വെച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ മനസ്സിലുള്ളത് അതുവരെ ഞാനത് ഉൽപ്പത്തിയിലോ മറ്റുള്ള ഏതെങ്കിലും പഴയ നിയമത്തിൽ തന്നെ തുടക്കത്തിലൊക്കെ ആയിരിക്കുന്നതാണ് ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇത് കർത്താവ് ഞങ്ങളോട് കറക്റ്റ് പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ സ്ട്രോങ് ഡിസിഷൻ എടുത്തു. ഞാൻ പെട്ട ദിവസം എൻ്റെ കമ്പനിയിൽ ഇപ്പം ചെയ്യുന്ന ജോലിക്ക് മുമ്പ് വേറൊരു കമ്പനിയിലായിരുന്നു. ആ കമ്പനിയിൽ ഞാൻ ഇത് കൊടുത്തു, ആപ്ലിക്കേഷൻ കൊടുത്തു. കുറേ പേര് ഞങ്ങളെ വീണ്ടും ഞങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങി. മക്കൾക്ക് ഇനി അമ്മയുണ്ടാകും, അങ്ങനെ കുറേ നെഗറ്റീവുകളൊക്കെ ഞങ്ങളൊക്കെ കേൾക്കാനും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങളെ അനുഭവിക്കാൻ പറ്റി. ഇതിനെല്ലാം ഞങ്ങൾ പ്രതിവിധിയായി കണ്ടത് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത ഈ ഒരു വചനമായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു സ്പിരിച്വൽ ഫാദർ ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഈ ടൈമുകളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ അച്ഛൻ ഞങ്ങളുടെ സ്ട്രോങ് ആയിട്ട് ഞങ്ങളുടെ കൂടെ നിന്നു. ഒപ്പം തന്നെ ഞങ്ങൾക്കൊരു ഗൈഡൻസ് തരാൻ വേണ്ടി ജീസസ് യൂത്തിൻ്റെ തന്നെ ഒരു ഫാമിലി മിനിസ്ട്രിയിലേക്ക് ഞങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നു. ജീസസ് യൂത്ത് അല്ല, വേറെ എല്ലാം വൈഡ് കമ്മ്യൂണിറ്റികളെല്ലാം ഒരുമിച്ച് കൂടി ഒരു ഫാമിലി മിനിസ്ട്രി ഉണ്ടായിരുന്നു. അവരുടെ കുറേ ഗൈഡൻസും അവരുടെ കുറേ പ്രോത്സാഹനവും ഇത് റീകൺസ്ട്രക്ഷന് കടന്നുപോയ ആളുകളുടെ കുറേയൊക്കെ ധൈര്യപ്പെടുത്തലുകളൊക്കെ ഡീനയ്ക്കും എനിക്കൊക്കെ ഒരു മോട്ടിവേഷനായി. ഞങ്ങൾക്ക് കുറേ കുഞ്ഞുങ്ങൾ വേണമെന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഡിസിഷൻ എടുത്തത്. നമുക്കിനിയും ഈ സർജറി ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. പിന്നെ വിശുദ്ധ കുർബാനയിലൂടെയാണ് ഞങ്ങൾക്ക് ഇതിനുള്ള ഒരു ശക്തി ലഭിച്ചത്. നമുക്കറിയാം ഇതിനെ കുറിച്ച് നമ്മൾ ആരെടുത്തെങ്കിലും പറഞ്ഞു നിർത്തിയ ഒരു പ്രഗ്നൻസി വീണ്ടും തുടങ്ങുക എന്ന് പറയുമ്പോൾ, വീണ്ടും നമ്മൾ ഈ സർജറിയിൽ കൂടെ ഓപ്പൺ ആക്കുക എന്ന് പറയുമ്പോൾ പലർക്കും വീട്ടിൽ തന്നെ ഒരു വലിയൊരു വിപ്ലവം നടക്കുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. എങ്കിലും ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ കുടുംബ പ്രാർത്ഥനയിലും ഇപ്പോൾ പറഞ്ഞ പോലെ വചനം കിട്ടിയപ്പോൾ ഞങ്ങൾക്കത് കൂടുതൽ പ്രചോദനമായി. പിന്നെ ഇന്നും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ട്. അപ്പം പ്രത്യേകമായിട്ട് പ്രാർത്ഥനകളിലൊക്കെ ഞങ്ങൾക്ക് അതിനുള്ളൊരു ശക്തി ലഭിച്ചു. ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നായാലും നല്ലൊരു എല്ലാറ്റിനും ഞാൻ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബലം എനിക്ക് ലഭിച്ചിരുന്നു. അതന്നെ എനിക്ക് എല്ലാറ്റിനും മുന്നിലേക്ക് വരാനായിട്ടുള്ള ഒരു പ്രചോദനമായി. അതുപോലെ തന്നെ മക്കളായാലും ഇനി അവർക്ക് ഒരു ഉണ്ണീനെ വേണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹമുണ്ട്. അവർ നോക്കാൻ റെഡിയാണ്. അപ്പോൾ എനിക്കായാലും തോന്നി വീട്ടിൽ അതൊരു ചേഞ്ചസ് വരുത്താനായിട്ട് അത് ഇതാവും എന്ന് എനിക്ക് തോന്നി. അതാണ് പിന്നെ ഞാൻ കൂടുതലായിട്ട് സമ്മതിച്ചത്. പിന്നെ എനിക്കും കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നല്ല താല്പര്യമുള്ളതാണ്. മക്കളിനെ നോക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാമത്തെ ആൾ വന്ന ശേഷം ആയാലും എനിക്ക് ആ ഒരു ഡെലിവറിയുടെ സമയം വരെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നോക്കാനായാലും ഒക്കെ മക്കള് എന്നെ സഹായിക്കേണ്ട, വീട്ടു ജോലികളിലായാലും എല്ലാറ്റിനും അവരെൻ്റെ കൂടെ തന്നെയുണ്ട്. കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഫിൻഡോ ആയിരുന്നു ഞങ്ങൾക്കിതിനെ സർജറിക്ക് വേണ്ടിയിട്ട് പിന്തുണ തന്നത്. ആൾക്കും ആൾ 9 സിസേറിയൻ വരെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കത് ഒരു ഭയങ്കര ധൈര്യമായി. മറ്റേ ഏത് ഹോസ്പിറ്റലിൽ പോയാലും 2 3 പറ്റുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് സർജറികൾ. പക്ഷെ അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് പറഞ്ഞില്ല. പലപ്പോഴും നമ്പർ കിട്ടാനും അവിടെ ഭയങ്കര തിരക്കുള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. പക്ഷെ ആളിനെ ഏത് സമയത്തായാലും വിളിച്ചാലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട് വിളിച്ചാലും ഒക്കെ ആള് നല്ലൊരു റെസ്പോൺസാണ് നമുക്ക് തന്നിരുന്നത്. പിന്നെ ഞാനും 4 ഡെലിവറി 4 ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെയൊക്കെ കണ്ടതിനേക്കാളും വളരെ ഒരു ഇതായിട്ട് തോന്നിയത് അവിടുത്തെ സ്റ്റാഫായിരുന്നു. നമുക്ക് നല്ലൊരു കെയറിങ് ആയിരുന്നു തന്നിരുന്നത്. പല ഹോസ്പിറ്റലിലും കണ്ടിട്ടുള്ളതിനേക്കാളും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ചത്. പിന്നെ ഡോക്ടർ 9 സിസേറിയൻ വരെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു ഇത് പ്രചോദനം കിട്ടാനായിട്ട്
ഇടയായി. ചെറുപ്പം ഇതിലെ അപ്പച്ചൻ പറയാറുണ്ട്, ഇടാ മക്കള് ആണ് എൻ്റെ സമ്പാദ്യം എന്ന് എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നൊരു അപ്പച്ചൻ്റെ ഒരു ഡയലോഗാണ് ഞാൻ എപ്പോഴും ഓർക്കാറ്. അപ്പോൾ ഈ വചനത്തിലൂടെ കടന്നു പോയപ്പോൾ നമുക്കൊക്കെ വേണ്ടത് ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് ആണ് ഇതിൻ്റെ പിന്നിൽ വേണ്ടതെന്നുള്ളത്. നമ്മളിത് 4, 3, 7, 3, 10 ഇങ്ങനെ കണക്ക് വെച്ച് പഠിച്ച് ഒരു വിശ്വാസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് കർത്താവ് വഴി നടത്തും എന്ന് പറയുന്നൊരു വിശ്വാസം, പണ്ടത്തെ ആദ്യം നമ്മുടെ മാതാപിതാക്കളൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസമാണ് ഇതിൻ്റെ പിന്നിൽ വേണ്ടതെന്നുള്ളത് മനസ്സിലായി എനിക്ക്. അപ്പോൾ ഓരോ മക്കൾ വരുമ്പോഴും ജീവിതത്തിലെ പല പ്രതിസന്ധികൾ, സാമ്പത്തികം അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് എങ്ങനെ മുന്നോട്ട് പോകേണ്ടതെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരിക്കാം. പക്ഷെ ഇതിലെല്ലാം കർത്താവ് ഇങ്ങനെ വഴി തെളിയിച്ച് ഞങ്ങളെ നടത്തുന്നത് ഓരോ പ്രാവശ്യവും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ. ഡീനെ ആയാലും ഒരു സാധാരണ ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ നിന്ന് വന്ന കൊച്ചായിരുന്നു. ഞാൻ അവളോടൊക്കെ തുടക്കകാലം ചോദിച്ചിരുന്നു, 1, 2 മതി ചേട്ടാ എന്നൊക്കെ പറയുന്ന സമയങ്ങളുണ്ടായിരുന്നു. അവൾക്ക് ഓരോ മക്കൾ വരുമ്പോഴും വീട്ടിൽ പുതിയ സന്തോഷം വരുന്നതും ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് മാത്രമല്ല ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അവൾ കണ്ണുകൊണ്ട് കാണുകയും ഒക്കെ ദർശിക്കുകയൊക്കെ ചെയ്തത് ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് മനസ്സിലായി. ഇവരെ മക്കളെ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് മക്കളുണ്ടാവുമെന്ന് ചിന്തിച്ചിട്ടല്ല ഞങ്ങൾ ഈ ഒരു റീകനലൈസേഷൻ പ്രോസസ്സിലൂടെ കടന്നുപോയാൽ ദൈവത്തിന് മുമ്പിൽ നീതിയോടെ ജീവിക്കുക, ജീവന് തുറവിയായിട്ട് നിൽക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. മക്കളെ കർത്താവാ തരുന്നത്. ഇപ്പോഴും ഇനിയിപ്പോൾ 5 കഴിഞ്ഞു, ഇനിയും കർത്താവ് ആഗ്രഹിക്കുന്നു, കർത്താവ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊരു തുറവിയോടെ നിൽക്കാമെന്ന് മാത്രമാണ് ഇപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ചിന്തിക്കുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൂടുതൽ മക്കളുള്ളപ്പോൾ അവരെ നോക്കാനും പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കത് തോന്നിയിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലായാലും മക്കളിൽ എല്ലാവരും കൂടി ഇപ്പോൾ വീട്ടിലെ പണികൾ ചെയ്യുകയാണെങ്കിലും എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. പ്രാർത്ഥനയിലായാലും പിന്നെ രാവിലെ എണീറ്റിട്ട് ഇവരെ കാര്യങ്ങളായാലും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എങ്ങനെയാ അവരുടെ വീട്ടിലൊന്നും ചെറിയ പിള്ളേരായാലെങ്കിൽ കൂടിയും മക്കളൊന്നും പണി ചെയ്തിട്ടൊന്നും ഒരു പരിചയമൊന്നുമില്ല. പക്ഷെ ഇവിടെ പലരും ഇപ്പൊ പണിക്ക് ചേച്ചിമാര് വരുന്നുണ്ട്, പിന്നെ ബന്ധുക്കളായാലും വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് ഈ മക്കള് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യണതും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യണതൊക്കെ അവരാണ്. പിന്നെ നമ്മള് ഒരു കുട്ടി 2 കുട്ടി എന്ന് പറയണത് പോലെ അവരെ നോക്കണ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ 5 മക്കളിനെ എനിക്ക് നോക്കുന്നതിലുള്ള ഒരിത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന് ഒത്തിരി സാമ്പത്തിക ചെലവുണ്ട്. നമ്മൾ ഈ ഒരു ലോകത്തിൽ തന്നെയാണ്, ഈ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം ഇതിനൊക്കെ ചെലവുകൾ ഉണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇതിന് തമ്പുരാനുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാവണം. ഒപ്പം തന്നെ നമുക്ക് തമ്പുരാൻ തരുന്ന ശക്തിയാണ് ഇതിന്റെ പിന്നിൽ. ഇത് വേറെ നമ്മളിത് ഒരു പെർഫോമൻസ് അല്ല, നമുക്കിപ്പോൾ ഒരു വേറെ ഒരു രീതിയിലും നമ്മൾ ഇതിനൊരു ഒരു ഗ്ലോറി കിട്ടാൻ വേണ്ടിയിട്ടും അല്ല. ഇത് കർത്താവ് നമുക്ക് നൽകുന്ന ജീവനോടുള്ളൊരു ചിന്ത, സ്നേഹത്തിന്റെ ഒരു വലിയ ഉദാത്തമായ സാധനമാണ് സംഭവിക്കുന്നത്. അത് നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റില്ല. അത് തമ്പുരാൻ തരുന്ന ആ ഒരു വലിയ ശക്തിയും പ്രചോദനം. ആരൊക്കെ എതിർത്താലും കർത്താവ് ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ചിന്തയായിരുന്നു. ഞാൻ ഈ ഒരു സമയത്തും ഈ തീരുമാനം എടുത്തപ്പോഴും സർജറി കടന്നു പോയപ്പോഴൊക്കെ ഞങ്ങളുടെ സഹോദരങ്ങളും അതുപോലെ ഞങ്ങളുടെ ഇവളുടെ ഭാഗത്തുള്ള അപ്പച്ചനും ഒക്കെ ഒത്തിരി എതിർത്താലും ഞങ്ങൾ സ്നേഹത്തിൽ തന്നെ നിന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതാണ് ഞങ്ങളെ ചിന്തിപ്പിക്കുന്നത്, ഇതാണ് ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് തടഞ്ഞു വെക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു പോസിറ്റീവ് വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഡെയിലി ലഭിക്കുന്നു. അതുപോലെ ഞങ്ങൾ ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ നിന്നല്ല, ഇതൊക്കെ ഒരുമിച്ച് ലഭിക്കുന്നത് കൊണ്ടാണ് ഇതിന്റെ പിന്നില്. സാമ്പത്തികം ഞങ്ങൾക്ക് ഇതുവരെ ഒരു തമ്പുരാനൊരു ഇതുവരെ ഞങ്ങളെ തടസ്സം കാണിച്ചിട്ടില്ല. ഞങ്ങൾക്കെല്ലാം വഴി തുറന്ന് തന്നിട്ടുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ ഈ ഒരു മാമോയിസൊക്കെ വന്നപ്പോഴും കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിക്കുന്നത്, അടുക്കും ചിട്ടിയായിട്ട് ക്രമീകരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഉണ്ണി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ. പക്ഷെ സർജറി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25% ഉറപ്പുള്ള ഉണ്ണി ഉണ്ടാവുമെന്ന്. അപ്പൊ ഞങ്ങളുടെ കുർബാനയിലും പ്രാർത്ഥനയിലും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ് ഉണ്ണിവാവ ഉണ്ടായത്. എനിക്ക് ഉണ്ണി വരണു എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മേനെക്കാട്ടും കൂടുതൽ ഞങ്ങളാണ് ഇപ്പൊ എടുത്തു നടക്കലും കളിപ്പിക്കലൊക്കെ. എനിക്ക് ഫുള്ള് ചേച്ചിമാരാണ്. അപ്പൊ ഞാനൊരു ആണുണ്ണി വാവേനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ ഈ അമ്മ ഗർഭിണിയാന്ന് അറിഞ്ഞപ്പോ ഞാനിപ്പോ കൊറേ പ്രാർത്ഥിച്ചപ്പോ ഒരു ആണുണ്ണി. 1 2 മക്കൾ ഉണ്ടായതിനു ശേഷം പ്രസവം നിർത്തിയ പലർക്കും ഇന്ന് വീണ്ടും മക്കളെ സ്വീകരിക്കാൻ ഒരു പ്രചോദനമാവുകയാണ് ഈ ദമ്പതികൾ.
കൂടുതൽ മക്കളുണ്ടാകുമ്പോൾ നാം ദൈവപരിപാലനയെ കൂടുതൽ അടുത്തറിയുമെന്നും ഇവരുടെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. കൂടുതൽ മക്കളെ സ്വീകരിക്കുക എന്നത് ദൈവഹിതമെന്നതുപോലെ തന്നെ സഭയെ വളർത്തുന്നതും സുവിശേഷ പ്രഘോഷണത്തെ സഹായിക്കുന്നതുമാണ്. ദിവ്യകാരുണ്യ ഈശോയോട് ഹൃദയം ചേർത്തുവെച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവഹിതമനുസരിച്ച് കുടുംബത്തെ ക്രമീകരിക്കാൻ അനുഗ്രഹം തരണമേ എന്ന്.